നമസ്കാരം. ജീവൻ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ബഹ്റൈൻ റോഡ് ഷോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം പതിവ് പോലെ ഞാൻ പാർവതി വിജയ്. ബഹ്റൈൻ റോഡ് ഷോയിൽ ഇന്നാദ്യം വാർത്തകളും വിശേഷങ്ങളുമായി ബഹ്റൈൻ ദിസ് വീക്ക്. ഇന്നത്തെ ബഹ്റൈൻ ദിസ് വീക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മെഗാമാർട്ട്. F1 കാറോട്ട മത്സരങ്ങളുടെ ആവേശത്തിമിർപ്പിന് തിരികൊളുത്തിക്കൊണ്ട് ബഹ്റിനും ആ ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ അടുത്തിടെ നടന്ന പത്രസമ്മേളനത്തിൽ ബഹ്റിനിലെ F1 തീയതികൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 24 മുതൽ 26 വരെയാണ് മത്സരങ്ങൾ അരങ്ങേറുക. ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ട് സിഇഒ മാർട്ടിൻ വിറ്റേക്കർ, മുഖ്യ സ്പോൺസറായ ഗൾഫെയർ സിഇഒ ബിയോൺ നാഫ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റിനിലെ F1 മത്സരങ്ങളോടനുബന്ധിച്ച് വിവിധ രാജ്യങ്ങളിൽ പ്രചരണ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ട് സിഇഒ മാർട്ടിൻ വിറ്റേക്കർ ജീവൻ ടിവിയോട് പറഞ്ഞു. We're doing some roundtable discussions with the media in India this year. We recognise that it's good news in India right now with a lot of talk about the Grand Prix there. I think it's in 2011. And so that's really encouraging, and we're looking forward to seeing more and more people coming from India. We had a good number of people coming last year, and we expect to see more coming for this year's race. I think a heightened awareness and activity. So what we'll be doing in India this year is a roundtable discussion with Indian media, because we think that probably gives them a better opportunity to understand more about what we're doing for the Gulf Air Bahrain Grand Prix. സലഫിയ വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന പ്രവാസി സംഗമത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി ഭാരവാഹികൾ വാർത്താ സമ്മേളനം നടത്തി. വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മതരംഗത്ത് പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ മേപ്പയൂർ സലഫിയ അസോസിയേഷൻ 1973 രൂപീകരിക്കപ്പെട്ടത്. 1974 സലഫിയ അറബിക് കോളേജ് സ്ഥാപിച്ച് അസോസിയേഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ബഹ്റിനിൽ നിന്ന് തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനം ഇപ്പോൾ 10ലധികം സ്ഥാപനങ്ങൾ നടത്തിവരുന്നു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുള്ള പയ്യോളി, ജനറൽ സെക്രട്ടറി AV അബ്ദുള്ള, റസാഖ് മുഴിക്കൽ, സയ്യിദ് അലവി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കോട്ടയം അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ബാങ്ക് സംഗ് തായ് റെസ്റ്റോറന്റിൽ വെച്ച് കുടുംബ സംഗമം ആഘോഷിച്ചു. ബഹ്റിനിലെ ഇന്ത്യൻ സ്ഥാനപതി ഹിസ് എക്സലൻസി ഡോക്ടർ ജോർജ് ജോസഫ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കോട്ടയം അസോസിയേഷന്റെ പ്രസിഡന്റും പ്രശസ്ത കർണാടക സംഗീതജ്ഞനുമായ ശ്രീ അമ്പിളിക്കുട്ടൻ, സെക്രട്ടറി സുനിൽ ചെറിയാൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിവിധ കലാപരിപാടികളും മാജിക് ഷോയും ചടങ്ങിന് മാറ്റുകൂട്ടി. കണ്ണൂർ ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് ജോർജ് തോമസ് കെ, വൈസ് പ്രസിഡന്റ് സതീഷ് OK, ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ MT, അസിസ്റ്റന്റ് സെക്രട്ടറി അജിത് KM, എന്റർടൈൻമെന്റ് സെക്രട്ടറി പ്രദീപ് അഴിക്കോട്, ട്രഷറർ N ജയചന്ദ്രൻ, അസിസ്റ്റന്റ് ട്രഷറർ വിനോദ് PP, മെമ്പർഷിപ്പ് സെക്രട്ടറി കരുണാകരൻ PK, കമ്മ്യൂണിറ്റി സർവീസ് സെക്രട്ടറി സത്യശീലൻ KM, ഗെയിം സെക്രട്ടറി സൂരജ് PT, പബ്ലിക് റിലേഷൻ സെക്രട്ടറി ഇസ്മായിൽ U തുടങ്ങിയവരാണ് പുതിയ ഭാരവാഹികൾ. കേന്ദ്രത്തിൽ മൂന്നാം മുന്നണി അധികാരത്തിൽ വരുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും കോൺഗ്രസും BJPയും കൂടുതൽ ഒറ്റപ്പെടുകയാണെന്നും അദ്ദേഹം ബഹ്റിനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസികളിൽ നിന്നും കോടികൾ കിട്ടിയിട്ടും കേന്ദ്ര സർക്കാർ അവരെ അവഗണിച്ചത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. Excellent care at affordable cost. A premium center for delivery and surgery. Al Hilal Hospital, Muharraq, Kingdom of Bahrain. Megamart, where everybody shops. Baby Mart, we offer an exclusive world for your babies. Megamart and Baby Mart, Kingdom of Bahrain. Baby Mart, always with us. അമ്മയുടെ സ്നേഹത്തിനും ദൈവത്തിൻ്റെ കാരുണ്യത്തിനും പകരം വയ്ക്കുവാൻ ഞങ്ങൾക്കാവില്ല. എങ്കിലും ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് സേവനത്തിൻ്റെ കാഴ്ചപ്പാടുമായി സ്വാന്തനത്തിൻ്റെ ഒരു സ്നേഹസ്പർശം പോലെ ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ.
ബഹ്റൈൻ റോഡ് ഷോയിൽ അടുത്തതായി ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് ഏവർക്കും സുപരിചിതരായ അൽ ഹിലാൽ ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്ന ഫസ്റ്റ് എയ്ഡ്. ജീവൻ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അൽ ഹിലാൽ ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്ന ഫസ്റ്റ് എയ്ഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് എയ്ഡിൽ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി എത്തിയിരിക്കുന്നത് അൽ ഹിലാൽ ഹോസ്പിറ്റലിലെ ഇന്ത്യനിസ്റ്റായ ഡോക്ടർ ഷാജോൺ. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. പൊതുവെ പ്രവാസികൾ കണ്ടുവരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? മാറി വരുന്ന ക്ലൈമറ്റ് അനുസരിച്ചിട്ടുണ്ടാകാവുന്ന അലർജി പ്രോബ്ലംസ്, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ലോവർ റെസ്പിറേറ്ററി അലർജീസ്, ആസ്തമ, അതുപോലെയുള്ള അസുഖങ്ങൾ ഒരു വിഭാഗം. രണ്ടാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈലിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന കുറേ അസുഖങ്ങളുണ്ട്. ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക തരത്തിലുള്ള ആഹാര രീതി, പ്രത്യേക തരത്തിലുള്ള ജീവിത രീതികൾ, തിരക്കിട്ട ജോലി, ടെൻഷൻ പിടിച്ച ജീവിതം, അപ്പോൾ അങ്ങനെ അതുകൊണ്ടുണ്ടാകാവുന്ന കുറേ അസുഖങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഡയബറ്റീസ്, പ്രഷർ, ഹൈ പ്രഷർ, ഗ്യാസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അമിതവണ്ണം, അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ, ഇതെല്ലാം അതുപോലെ ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. വേറൊരു ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ടെൻഷൻ കൊണ്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കുറേ അസുഖങ്ങൾ, ഫാമിലിയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോണ്ടാകുന്ന ടെൻഷൻ, ജോലിയുടേതായിട്ടുള്ള ടെൻഷൻസ്, അങ്ങനെ ഉണ്ടാകുന്ന ഒത്തിരി അസുഖങ്ങളും നമ്മൾ വളരെ കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു 3-4 ഡിവിഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഈ അസുഖങ്ങളെ കുറിച്ച് പറയാൻ പറ്റും. അതുപോലെ തന്നെ പ്രവാസികൾ പൊതുവെ കണ്ടുവരുന്ന ഒരു രോഗമാണ് നെഞ്ചുവേദന. പലർക്കും പല രീതിയിലാണ് ഇത് അനുഭവപ്പെടുന്നത്. ഇതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇതിൽ നെഞ്ചുവേദനയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതും ഇത് കാർഡിയാക് പെയിൻ ആണോ അല്ലയോ, അതാണ് ഏറ്റവും പ്രധാന കാരണം. കാരണം കാർഡിയാക് പെയിൻ ആണെങ്കിൽ നമുക്ക് ഒട്ടും സമയം വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല. എത്രയും വേഗം അതിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും. മറ്റേത് തരത്തിലുള്ള നെഞ്ചുവേദനയും നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു പക്ഷേ. അതിനാൽ ഏറ്റവും ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇത് ഹാർട്ടിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചെസ്റ്റ് പെയിൻ ആണോ എന്നാണ്. ഹാർട്ടിനോട് ബന്ധപ്പെട്ട ചെസ്റ്റ് പെയിൻ ആണെങ്കിൽ അതിന് ചില പ്രത്യേകതകളുണ്ട്. അത് സാധാരണ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അതൊരു പക്ഷേ ചില ആളുകൾക്ക് അത് ഇടത്തെ കൈയിലേക്ക് നീങ്ങാം, ഈ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഈ താടി ഭാഗം വരെ വരാം, അപൂർവമായിട്ട് റൈറ്റ് സൈഡിലേക്ക് വരുന്നുണ്ട്, ബാക്കിലേക്ക് വരാം. ഇതാണ് അതിൻ്റെ റേഡിയേഷൻ. സാധാരണ അതിനൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രസ്സിങ്, നമ്മൾ ആരോ പ്രസ് ചെയ്യുന്ന പോലെ നമുക്കുള്ളൊരു പെയിൻ, നമ്മൾ ഒരിക്കലും മുൻകാലങ്ങളിൽ അനുഭവപ്പെടാത്ത വിധത്തിലുള്ളൊരു പെയിൻ, അത് അങ്ങനെയുള്ളൊരു ഇതാണെങ്കിൽ, അല്ലെങ്കിൽ എന്തോ ഉള്ളിൽ ഭയങ്കരമായി പിടിച്ചു വലിക്കുന്ന പോലെയുള്ളൊരു പെയിൻ. പിന്നെ അതിനോടുകൂടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള മറ്റ് സിംറ്റംസ്, ഇപ്പോൾ ഒരു രോഗിക്ക് പെട്ടെന്നൊരു ചെസ്റ്റ് പെയിൻ, അതിനോടുകൂടെ പെട്ടെന്ന് ഛർദ്ദിക്കുക, വളരെയധികം വിശർക്കുക, വളരെയധികം ക്ഷീണം തോന്നുക, പിന്നെ രോഗിയുടെ മനസ്സിൽ തന്നെ എനിക്കെന്തോ ഞാൻ മരിക്കാൻ പോകുന്ന പോലുള്ളൊരു അവസ്ഥയിലുള്ള ഒരു ഫീലിംഗ് ആ രോഗിക്ക് വരിക. ഇത്തരത്തിലുള്ളൊരു വേദനയാണ് രോഗിക്ക് വരുന്നതെങ്കിൽ പ്രധാനമായിട്ടും ആ രോഗിക്ക് നേരത്തെ ഒരുപക്ഷെ പ്രഷറോ ഷുഗറോ അല്ലെങ്കിൽ ആ രോഗി ഒത്തിരി സ്മോക്കിംഗ് ചെയ്യുന്ന ആളോ ആണെങ്കിൽ മിക്കവാറും അതിനെ നമ്മളൊരു കാർഡിയാക് പെയിനായിട്ട് തന്നെ ആദ്യമേ കണക്കാക്കണം. നമ്മൾ സാധാരണ പറയുന്നത് അത്തരത്തിലുള്ള ഒരു റിസ്ക് ഫാക്ടറുള്ള ഒരു രോഗി വന്നു കഴിഞ്ഞാൽ we have to exclude a cardiac pain unless otherwise proved. We have to take it as a cardiac pain. അപ്പോൾ ലക്ഷണങ്ങൾ വെച്ച് നമ്മളൊരു പക്ഷേ അത് ഒരു കാർഡിയക് പെയിനായിട്ട് മാറാം. അതിൻ്റെ ഫൈനൽ ഡയഗ്നോസിസ് ECGയും മറ്റുള്ള പരിശോധനകളും ചെയ്താൽ മാത്രമേ അത് 100% ഹാർട്ടിൻ്റെ പെയിനാണോ അല്ലയോ എന്ന് നമുക്ക് തീർച്ചയാക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ആളുകളിലുള്ള ആകാംക്ഷ, നെഞ്ച് വേദന വരുമ്പോൾ ആകാംക്ഷ യൂഷ്വലി ചെറുപ്പക്കാരിൽ വരുന്നത്, അവർ ഈ വെയിറ്റ് എടുക്കുന്നവരിലും മറ്റും ഒരു പക്ഷേ കാര്യമായി വെയിറ്റ് എടുത്ത് ജോലി ചെയ്യുന്ന ആളുകളിലെല്ലാം നമ്മൾ സാധാരണ പറയും നീർക്കെട്ട്, അതിനൊരു ഇൻഫ്ലമേഷനാണ്. അത് ഈ മസിലുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഈ വാരിയലിലും നെഞ്ചിലിൻ്റെ സെൻറ്ററിലുള്ള സ്റ്റേണം എന്ന് പറയുന്ന ഒരു ബോണുണ്ട്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഭാഗം കോസ്റ്റോകോൺട്രൽ ജംഗ്ഷൻ എന്ന് പറയും. ആ ജോയിൻറ്റിലുള്ള ചെറിയ ചെറിയ നീർക്കെട്ട് നമുക്ക് വെളിയിൽ കാണാൻ സാധിക്കില്ല, ഉള്ളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ കോസ്റ്റോകോൺട്രൈറ്റിസ് എന്ന് പറയും. ചെറുപ്പക്കാരിൽ കാണുന്ന ഒരു 90% ആളുകളിലും കാണുന്ന നെഞ്ചുവേദനയുടെ പ്രധാന കാരണം പലപ്പോഴും കോസ്റ്റോകോൺട്രൈറ്റിസ് ആയിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് മനസ്സിലാക്കാൻ അവരുടെ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആ ഭാഗത്ത് അല്പം പ്രഷർ കൊടുത്ത് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അയ്യോ പെട്ടെന്ന് വേദന കൂടുന്നൊരു അനുഭവം. ഇതുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു മസിൽ പെയിനായിട്ട് തന്നെ കണക്കാക്കാം. പെയിൻ കില്ലർ കൊടുക്കുക, പേഷ്യൻറ്റിനെ നമ്മൾ റീഅഷുറൻസ്, അവരെ നമ്മൾ കൺവിൻസ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഒന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് കുറച്ച് മെഡിസിൻ കൊടുത്ത് കുറച്ച് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ആഴ്ചയ്ക്കുള്ളിൽ ആ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറും.